ഹായ് ഓൾ, ആദ്യമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ റീഡിങ് കാണുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. Universe, please guide us. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണ്? The home together and commitment path and serious talk. ഒരു സ്പ്രെഡ് കൂടെ നമുക്കെടുക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ സീക്രട്ട് അഡ്മയർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടാറോ റീഡിങ്സ് എന്താണ് പറയുന്നത് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. 3 of Wands and the Magician, 6 of Pentacles, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണ്? 5 of Swords and 8 of Pentacles. And 2 of Wands, then the Chariot. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നാണ് നമ്മളിവിടെ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സെന്താണ്? ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, 8 of Cups ആണ് വന്നിട്ടുള്ളത്. ആൻഡ് 10 of Swordsഉം നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും അവർ നിങ്ങളെ അറിയുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അറിയുക എന്ന് പറയുമ്പം ഒരുപാട് അർത്ഥങ്ങൾ ആ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ബന്ധത്തിലൊന്ന് ഉറച്ചു നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പം എന്തെങ്കിലും ഒരു പേടി കൊണ്ടാവാം. അതായത് ഇപ്പം വീട്ടിലറിഞ്ഞാലുള്ള ഒരു പ്രശ്നങ്ങളോ, ചിലപ്പം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പം ഫാമിലീസ് തന്നെ എതിർക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളെ അവരുടെ ഫാമിലിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ഏജ് ഡിഫറൻസ്, വയസ്സിന് മൂത്തതോ അല്ലെങ്കിൽ ഇളയതോ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കാട്ടിലും ഒരുപാട് പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കാട്ടിലും ഇളയതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്കിവിടെ പറയാൻ കഴിയുക ഒരു ട്രഡീഷൻ, അതായത് ഇപ്പം നമുക്ക് ട്രഡീഷൻ എന്ന് വെച്ചാൽ അത് ഒരു കാസ്റ്റും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി ആവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഭയങ്കര ഒരു ഉയർച്ച നിൽക്കുന്നൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു ഉയർച്ച നിൽക്കുന്ന ഒരു വ്യക്തി ആവാം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ വളരെയധികം തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നെന്നാണ് ഈ റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേയൊക്കെ ഡിഫറൻസിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്
ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴാണ് അവർ തരുന്നത്. അതായത് ഇതുവരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല നിങ്ങളെ എവിടെയും, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവർ തള്ളി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഈ ബന്ധത്തെ എതിർക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു വ്യക്തി മൗനം പാലിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിവിടെ കാണാൻ കഴിയുന്ന ഈ പേഴ്സൺ ഭയങ്കരമായിട്ടൊരു വീക്കായിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. അവരുടെ മനസ്സിൻ്റെ അപ്പം നമ്മൾ നോക്കാൻ അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നില്ല, നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നില്ല. അവരിങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ ആയിരിക്കാം നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര വീക്കായിരുന്നു. അവർ ഭയങ്കര എന്ത് തീരുമാനം എടുക്കണമെന്നറിയില്ല, അല്ലെങ്കിൽ ആരോട് എന്ത് പറയണമെന്നറിയില്ല, എങ്ങനെ ഈ ബന്ധത്തിൽ ഒരു ഉറച്ചതായിട്ട് നിൽക്കാമെന്നറിയില്ലാത്ത ഒരു പേഴ്സണായിരുന്നു. അപ്പം ചിലപ്പം നിങ്ങളെയും ആ ഒരു പേഴ്സണെയും തമ്മിൽ ആരെങ്കിലും മാറ്റി കളഞ്ഞാലോ എന്നുള്ളൊരു ഭയം ഈ പേഴ്സണ് വല്ലാതെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നോക്കാൻ നേരത്ത് ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ ഒരു സ്നേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീരിയസ് ലവ് പൊട്ടൻഷ്യൽ ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാണ് കമ്മിറ്റ്മെൻറ്റ് പാത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 11ാമത്തെ കാർഡാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം സീരിയസ് ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഭയങ്കരമായിട്ടൊരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ആരൊക്കെ എതിർത്താലും എനിക്ക് ഈ ബന്ധം വേണമെന്നുള്ളൊരു അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേണ്ട, നിങ്ങളെ വിട്ടിട്ട് പോകാനുള്ളൊരു ഉദ്ദേശമോ അങ്ങനെയൊന്നും ഈ പേഴ്സണ് കാണുന്നില്ല. ചില ആൾക്കാർ ഈ കാര്യം കാണാനൊക്കെ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരങ്ങനെയല്ല. ശരിക്കും പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ അറിയുവാണ് ചെയ്യുന്നത്. അതായത് അറിയുന്നെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സോൾ കണക്ഷൻ, അല്ലാതെ മറ്റാരുമല്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയത്തില്ല, നമ്മുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്മൾക്ക് വിധിച്ചിട്ടുള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭർത്താവാകാൻ പോകുന്ന പേഴ്സൺ, നമ്മളുടെ ഭാര്യയാവാൻ പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭർത്താവ്, ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹനിധിയായിട്ടുള്ളൊരു വ്യക്തി. ഈ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാം. പക്ഷേ നിങ്ങളെയാണ് ആ ഒരു പേഴ്സൺ അവരുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കാണുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പേഴ്സൺ അറിയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പോലത്തെ ഒരു സ്നേഹം വേറെ എവിടെ ചെന്നാൽ ഇവർക്ക് കിട്ടത്തില്ല എന്ന് ഈ വ്യക്തി അറിയുന്നുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ അറിയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പം ഒരു സ്പിരിച്വൽ വേയിലാണ്. ഭയങ്കരമായിട്ട് ഈശ്വരവിശ്വാസം, ഇത്രയും നാൾ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ലാത്ത വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ. ഭയങ്കര ഒരു അതിൻ്റെ അകത്തൊരു ഇൻറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും വെക്കാത്തൊരു വ്യക്തിയായിരുന്നതാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും വിശ്വസിക്കാതിരുന്ന ഒരു വ്യക്തിയാവാം. ചിലപ്പോൾ ടാരോ റീഡിങ്സ്, ആസ്ട്രോളജി പോലത്തെ പല ഈ പറയുന്ന പോലെ ജ്യോതിഷം എന്ന് പറയുന്നതൊന്നും ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് ഒരു തമാശ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു പല കാര്യങ്ങളിലും അവരൊരു ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും ആ ഒരു കാര്യങ്ങൾ സത്യമാണോന്ന് പോലും തിരക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ രീതിക്കാണ് ഈ വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കാര്യത്തിലും അതെ, ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണോ അത് നിങ്ങൾ ഫേക്കായിട്ടാണോ നിൽക്കുന്നത് എന്നൊന്നും തിരക്കാതെയാണ് ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും എനർജി ഉണ്ടായിരുന്നുള്ളൂ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് കിടന്നാൽ ഉറക്കം വരാത്ത രീതിക്ക് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി ഈ പേഴ്സൺ നിങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാതിരുന്ന ഒരു പേഴ്സണായിരുന്നു. പക്ഷെ ഇപ്പം ഓൾറെഡി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ലയിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ഒരു സ്പിരിച്വൽ പാത്തിലായതുകൊണ്ട് ആ ഒരു നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇപ്പം ഈ വ്യക്തിയുടെ മുൻപിൽ ഒരു ഭയങ്കരമായിട്ട് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് പോകുന്ന വഴിക്കെല്ലാം ഭയങ്കരമായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഈ വ്യക്തിക്ക് അതായത് ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു വാക്യങ്ങൾ, അല്ലെങ്കിൽ പല പോസ്റ്ററുകളിലും അങ്ങനെയൊക്കെ പല രീതിക്കും ഈ പേഴ്സൺ നിങ്ങളെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളാണ് ശരിക്കും സത്യസന്ധമായിട്ട് ആ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് സീരിയസ് ലവ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്നും അതുപോലെ തന്നെ നിങ്ങൾ സോൾമേറ്റ് ആണെന്നൊക്കെ ഈ പേഴ്സണ് ഭയങ്കര പ്രപഞ്ചം അവരോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു വ്യക്തി അതിൻ്റെ ഒരു ചുറ്റിപ്പറ്റി ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഈ വ്യക്തി ഇത്രയും നാൾ നിന്നിട്ടുണ്ടായിരുന്നത്, ഇത്രയും ദിവസങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളുമല്ല, ഇത്രയും ദിവസങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പേഴ്സൺ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഒരു റിയൽ ലവിലേക്കാണ് പോകുന്നത്. ഭയങ്കര ഒരു പോസസീവ്, അതായത് ഭയങ്കര നിങ്ങൾ ഇനിയിപ്പോൾ വേണം, അല്ലെങ്കിൽ നിങ്ങളോടിപ്പോൾ മറ്റുള്ളവർ മിണ്ടുന്ന ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ആ ഒരു വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ആയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ വർഷങ്ങളായിട്ടോ മാസാമാസങ്ങളായിട്ടോ ഈ വ്യക്തിയുടെ എനർജി ചേഞ്ച് ആയതല്ല, പെട്ടെന്നാണ് എനർജി ചേഞ്ച് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഏഞ്ചൽ ടോക്സ് അവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഭയങ്കര യൂണിവേഴ്സ് അവരോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ വ്യക്തിക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പം യൂണിവേഴ്സ് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി ഭയങ്കര പൊസസീവായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര പൊസസീവ്, അതായത് നിങ്ങൾ ആരോടും മിണ്ടുന്ന ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരോട് മാത്രമേ മിണ്ടാവുള്ളൂ, അവരോട് മാത്രമേ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാവുള്ളൂ. അവരോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ കാണണം. നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രം സ്വന്തപ്പെട്ടതായിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ മറ്റുള്ളവരോട് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി വരുന്നു. ഭയങ്കര പൊസസീവായിട്ട് നിൽക്കുന്നു, ഭയങ്കര ടോക്സിക്കായിട്ട് നിൽക്കുന്നു. ടോക്സിക് ആവാൻ ഈ പേഴ്സൺ ഇങ്ങനെ അവർ പോലും അറിയാതെ ഭയങ്കര ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോക്സിക് എന്ന് വെച്ചാൽ അതൊരു സ്നേഹത്തിൻ്റെ ടോക്സിക്കാണ്, അല്ലാതെ നമ്മളെ തലവേന പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടോക്സിക് അല്ല. നമുക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഏകുന്ന ടോക്സിക്കാണ് ഇവിടെ നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ലയിച്ച് ഇരിക്കുന്ന ഒരു രീതിയാണ് ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഈ സമയം തൊട്ടറിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. മനസ്സ് ടച്ച് ചെയ്ത് നിന്നാലേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും അവിടെ കമ്മിറ്റ്മെൻറ്റ് വരുള്ളൂ. മനസ്സ് തൊട്ടറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു റിലേഷൻഷിപ്പ് യാതൊരു സീരിയസ്നെസ്സും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ഇപ്പം മനസ്സ് തൊട്ടറിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേണം ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിൽക്കാൻ വേണ്ടി. അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ മനസ്സ് തൊട്ടറിഞ്ഞ് തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നതും. യഥാർത്ഥത്തിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചും ആ ആത്മാർത്ഥത ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത്. ഭയങ്കര പെട്ടെന്നുള്ളൊരു ചേഞ്ചസും പെട്ടെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റുമാണ് ഇപ്പം ഈ പേഴ്സൺ നിങ്ങളോട് ഉണ്ടായിട്ടുള്ളതെന്ന് യൂണിവേഴ്സ് ക്ലിയറായിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏഞ്ചൽ ആൻസേഴ്സ് ഇപ്പം നമ്മളുടെ അരികിലേക്ക് ഇപ്പോൾ ഈ ഒരു ഏഞ്ചൽ ആൻസേഴ്സ് കിട്ടിയ പോലെയാണ് നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ഒന്നിലേക്ക് ഒരു ടാരോ റീഡിങ് കാണാനിടയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആസ്ട്രോ ടോക്കേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ. അതൊക്കെ പോകാനും അല്ലെങ്കിൽ യൂണിവേഴ്സ് പ്രപഞ്ചത്തിനോട് ഈ വ്യക്തി കൂടുതലായിട്ട് സംസാരിക്കുകയും പ്രപഞ്ചത്തിൽ എന്താണ് റിയലായിട്ട് നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഈ പേഴ്സൺ മനസ്സിലാക്കാനും ഇവർക്ക് ഇപ്പോഴാണ് സാധിച്ചിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ട് ഇപ്പം ടാരോ റീഡിംഗ് ഒക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവാം. നിങ്ങളുടെ ചിലപ്പോൾ ഒരു സ്നേഹം ഇതുവഴി ആവാം അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ നിങ്ങളിപ്പോൾ അയച്ചു കൊടുത്തതാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതാവാം. അങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഈ പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ആസ്ട്രോ ടോക്കേഴ്സിനെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അവർ മുഖാന്തരം നിങ്ങളുടെ ഒരു സ്നേഹം തിരിച്ചറിയാനും ഈ പേഴ്സണ് സാധിച്ചിട്ടുണ്ട്. ശരിക്കും അതാണ് ഇവിടെ റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. ഇതുകൊണ്ടാണ് അവർക്കൊരു മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഒരു സ്പിരിച്വൽ പാത്തിലായതുകൊണ്ടാണ് പല സത്യങ്ങളും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് വളരെ 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 നല്ലൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് എല്ലാ ദിവസവും റീഡിങ്സ് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി റീഡിങ് ഇട്ടിട്ട്. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മാഡം റീഡിങ് ഇടാത്തതെന്നുള്ളൊരു കാര്യം.
അപ്പം അങ്ങനെ ചോദിച്ചവരുടെ അടുത്തല്ല ഞാൻ ആ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കാത്ത ചില ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ നമ്മുടെ റീഡിങ് സ്ഥിരം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇന്ന് ബുക്കിംഗ് ചെയ്യുമ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ റീഡിങ് എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് ദിവസങ്ങളോ ഒരുപാട് ആഴ്ചകളോ നമ്മൾ നീട്ടി വെക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റീഡിങ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ റീഡിങ് എടുത്ത് കൊടുക്കുക. അപ്പം അതുകൊണ്ടാണ് ഈ റീഡിങ്, ഇതേപോലുള്ള ജനറൽ റീഡിങ് താമസിക്കുന്നത്. പേഴ്സണൽ റീഡിങ് എപ്പോഴും ഞാൻ ഫാസ്റ്റായിട്ട് എടുത്ത് കൊടുക്കും. കാരണം നിങ്ങളത് അറിയാൻ വേണ്ടിയാണല്ലോ ബുക്കിംഗ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ എടുത്ത് കൊടുക്കും. അതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഇപ്പം ബൈ.